So welcome back my students. We are going towards the third unit, which is comprehension of passage and art of summarizing. So ഇതൊരു ബേസിക്കലി നിങ്ങൾക്ക് അറിയാം comprehension of passages അല്ലെങ്കിൽ art of summarizing ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് എന്തായാലും അറിയാം which is related to passages അതുപോലെ സെന്റൻസുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. സോ ഫസ്റ്റ് ഓഫ് പാർട്ട് അതായത് comprehension of passage and art of summarizing ഫസ്റ്റ് പാർട്ട് നമുക്ക് ആദ്യം നോക്കാം, which is comprehension of passages. ഈ comprehension passagesൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ you will be given a passage you know very well. കാരണം നിങ്ങളുടെ സ്കൂൾസിലും എല്ലായിടത്തും നമുക്ക് വരുന്ന ഒരു ഏരിയ ആണ് ഈ comprehension passages especially when it comes to English. സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയാണ് കോംപ്രിഹെൻഷൻ പാസേജസ് ടു റീഡ് അല്ലെ. റീഡ് ചെയ്ത് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി അതിൽ ആ ഒരു എഴുതിയ ആള് ദാറ്റ് മീൻസ് ദ ഓഥർ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് പ്രകാരം വാട്ട് ഡിഡ് ഹി മീൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത് കോംപ്രിഹെൻഷൻ പാസേജ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ ഓഫ് പാസേജ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസിലൂടെ. സോ ലെറ്റ്സ് ഗോ ടുവേർഡ്സ് കോംപ്രിഹെൻഷൻ ഓഫ് പാസേജസ്. അതിനുശേഷം വിൽ ഗോ ടുവേർഡ്സ് ദ ആർട്ട് ഓഫ് സമ്മറൈസിങ്. സോ സെന്റൻസസ് എങ്ങനെ ചെയ്യാം, അതുപോലെ സെന്റൻസസിന്റെ കൺസ്ട്രക്ഷൻ, മിസ്സിംഗ് സെന്റൻസസ്, ഇതൊക്കെ നമുക്ക് നോക്കാനുണ്ട്. സോ on towards comprehension passages. So we are given ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് കൈൻഡ് ഓഫ് തിങ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് ബുക്ക് എന്ന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പക്ഷേ ആഫ്റ്റർവേർഡ്സ് I'll add my own version towards that, which will help you easily answer the questions or easily solve the questions that are given related to passages. സോ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദിസ് വോണ്ട് ബി ആസ്ക്ഡ് ഫോർ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ് വോണ്ട് ബി ആസ്ക്ഡ് ആസ് ക്വസ്റ്റ്യൻസ് ഓർ യു വോണ്ട് ഹാവ് ടു റിപ്ലൈ ടു ദീസ് കൈൻഡ് ഓഫ് ദർ വോണ്ട് ബി എനി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദീസ്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജീസ് ടു സോൾവ് കോംപ്രിഹെൻഷൻ പാസേജസിൽ നമുക്ക് വായിച്ചു പോവാം. വിച്ച് ഇസ് ദ ഫസ്റ്റ് വൺ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് ഇസ് എന്താണ്, just read the passage as fast as possible. That is നമുക്ക് തന്നിരിക്കുന്ന പാസേജസ് എത്രയും സ്പീഡിൽ വായിക്കാം. ഇതൊക്കെ നിങ്ങൾ കേട്ടിരുന്നാൽ മതി. ആൻഡ് ലാസ്റ്റ് വിൽ കം ടു ഇതിന്റെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഹൈബ്രിഡ് കാർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ പെട്രോളും അല്ല ഇലക്ട്രിസിറ്റിയും അല്ലാത്ത രീതിയിലേക്ക് നമ്മൾ ഇതിനെ, അതായത് ടെക്സ്റ്റ് ബുക്കും അല്ല മൊത്തമായിട്ടുള്ള എന്റെ ഐഡിയ അല്ലാത്ത രീതിയിലേക്ക് നമുക്കൊരു സൊല്യൂഷൻ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. സോ ജസ്റ്റ് ലിസൺ ഫസ്റ്റ്. സോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അത് ഡിറൈവ് ചെയ്തെടുക്കാം. സോ റീഡ് ദ പാസേജ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ ടെക്സ്റ്റ് ബുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഗെറ്റ് thoroughly ഇൻവോൾവ് വിത്ത് ദ പാരഗ്രാഫ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. റൈറ്റ്, അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് പാരഗ്രാഫിനെ ലൈക്ക് ഡീകോഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ അണ്ടർലൈൻ ഇമ്പോർട്ടന്റ് ലൈൻസ് ഓഫ് ദ പാസേജ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ ഭയങ്കര ക്രൂഷ്യൽ ആണെന്ന് തോന്നിയിരിക്കുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. പക്ഷെ എപ്പോൾ അണ്ടർലൈൻ ചെയ്യണം എന്നുള്ളത് ചെറിയൊരു തിരുത്തുണ്ട്, ഞാൻ പറയാം. റൈറ്റ്, okay, so try to translate with a complex line in your own words as it helps in analyzing the main idea of the paragraphs. Okay, whatever. Underline or mark keywords as it helps to you to discover logical connection. Okay, keywords mark ചെയ്യുന്നത് അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. റൈറ്റ്, then we have എവിടുത്തെ കീവേഡ്സ് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. then in order to understand the unfamiliar words, read the line thoroughly. The theme of the line will make you understand the meaning of words. Okay, തീമിലൂടെ നമുക്ക് വേർഡ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഇസ് നമുക്ക് ഭയങ്കരമായിട്ട് ദാറ്റ് ഇസ് what you call like behemoth ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വേർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാലും യു ഡോണ്ട് ലൈക്ക് ഫീൽ പ്രോബ്ലമാറ്റിക് അവർ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആയിട്ട് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് allow yourself to grasp the theme. Whatever the theme is mentioned out there, just try to grasp it. So it will be easy for you to get a meaning of the whole context without identifying that specific or complex word. Okay, right. So do not assume anything on the basis of your personal belief. നമ്മുടെ തന്നെ ബിലീഫുകൾ ഒരു കാരണവശാലും this is കാരണം ഈ ഒരു എസ്സേ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പാസേജ് എഴുതിയിരിക്കുന്നത് മറ്റൊരാളാണ്. The author has something to convey through it, and അത് മാത്രമാണ് നമ്മൾ എടുക്കാൻ വേണ്ടത്. അല്ലാതെ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ that won't help you like answering the questions as well. So അതുകൊണ്ട് ലൈക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങളൊന്നും എടുക്കരുതെന്ന് പറയുന്നുണ്ട്. ഓൾസോ also I'll mark as important. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്യാം. ഒന്ന് അണ്ടർലൈൻ ഇമ്പോർട്ടന്റ് ലൈൻസ്, അതുപോലെ അണ്ടർലൈൻ മാർക്ക് കീവേഡ്സ്, പിന്നെ അതുപോലെ ഡു നോട്ട് അസ്യൂം എനിത്തിങ് ബേസിസ് ഓൺ യുവർ പേഴ്സണൽ ബിലീഫ് എന്നുള്ളതും ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓൾവേസ് ലുക്ക് ബാക്ക് അറ്റ് ദ പാരഗ്രാഫ് വെൻ ഇൻ ഡൗട്ട്. ഓക്കെ, റീഡ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ഓൾ ദ alternatives provided and choose the most appropriate one.
സോ കാരണം ഇവിടെ നിങ്ങൾക്ക് CSEET എക്സാമിനേഷൻ പ്രകാരം നമ്മൾക്ക് ഒരിക്കലും എടുത്ത് എഴുതേണ്ട ആവശ്യമോ ഒന്നും തന്നെ ഇല്ല. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 4 ഓപ്ഷൻ, അതിൽ ഏതാണ് ഏറ്റവും നല്ലത് അപ്പം ആലോചിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷെ ഇംഗ്ലീഷിൽ വരുന്ന സമയത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു കോംപ്രിഹെൻഷൻ പാസേജസ്. നിങ്ങൾ വായിക്കുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതാണോ അവിടെ ഉദ്ദേശിച്ചത്, ഇതല്ലേ അവിടെ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിലുള്ള ഫീലിംഗ്സ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സോ ടു ഓവർകം ദോസ് ആൻഡ് ഗെറ്റ് ഇൻ ടു യുവർ ഓൺ ആൻസേഴ്സ്, ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരിക. സോ then I always look back and okay, read the questions, all the alternatives. So ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ഇതിൽ ഞാൻ ചെറിയൊരു എഡിറ്റ് വരുത്താൻ ഉദ്ദേശിക്കുകയാണ്. The first point, read the passage as fast as possible എന്നുള്ളതിന് പകരം I'll just say read all questions അല്ലെങ്കിൽ ഓർ ഓൾ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ച് മെമ്മറൈസ് ചെയ്തതിനു ശേഷം പാസേജിലേക്ക് പോകുന്ന വിച്ച് ഇസ് ലൈക്ക് ഇംപോസിബിൾ എന്ന് തന്നെ പറയാം ഫോർ മോസ്റ്റ് പീപ്പിൾ. സോ അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും നല്ലത് അറ്റ്ലീസ്റ്റ് എത്രയാ 2 to 3 ക്വസ്റ്റ്യൻസ് അഥവാ 2 to 3 ക്വസ്റ്റ്യൻസ് ഷുഡ് ബി മെമ്മറൈസ്. അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻ എങ്കിലും മെമ്മറൈസ് ചെയ്ത് വെക്കുക. പാസേജിൽ കഴിയുന്ന മിക്കവാറും സമയങ്ങളിലും കറക്റ്റ് അതേ ഓർഡർ പ്രകാരമാണ് പാസേജിന്റെ ഓർഡർ എങ്ങനെയാണ് അതിന് അനുസരിച്ചുള്ള ഓർഡറിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അഥവാ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിലും ഈ 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് വായിക്കുന്നത് വിൽ സേവ് യു ടൈം. പിന്നെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസിൽ ഈ ഞാൻ പറഞ്ഞ ഇവിടെ ഇമ്പോർട്ടന്റ് ആണെന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന കീവേഡ്സ് എന്ന് പറഞ്ഞില്ലേ, ഈ കീവേഡ്സ് വരുന്ന സമയത്ത് ഈ കീവേഡ്സ് നിങ്ങൾ ക്വസ്റ്റ്യൻസിന്റെ കീവേഡും കൂടി എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കാം. ആൻഡ് ഈ ക്വസ്റ്റ്യൻസിന്റെ കീവേഡ് വെച്ചിട്ട് വേണം നിങ്ങൾ എവിടെ പോകുമ്പോൾ ഈ പാസേജിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ യു ഐഡന്റിഫൈ ദ കീവേഡ്, അപ്പൊ തന്നെ അണ്ടർലൈൻ ചെയ്യുക. സോ ദാറ്റ് കംസ് എ മാച്ച്. അവിടെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ ആൻസറെ സഹായിക്കുന്ന എന്തെങ്കിലും തന്നെയോ അല്ലെങ്കിൽ ആൻസർ തന്നെയോ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഐഡന്റിഫൈ ദ കീവേഡ്സ് ഫ്രം ദ ക്വസ്റ്റ്യൻ. എവിടുന്നാണ് ആദ്യം കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്ത് എവിടുന്നാണ് ക്വസ്റ്റ്യനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ എവിടുന്നാണ്, ക്വസ്റ്റ്യനിൽ നിന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പിന്നീട് എവിടേക്ക് പോവാ, പിന്നീട് ലെറ്റ്സ് ഗോ ടു ദ പാസേജ്. Okay, analyze the passage and if you find a matching keyword, if you find a matching context out there, just underline both so that it becomes a match and you can match it up. And ഇതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ let's go for the next option. അടുത്ത keyword എവിടെയെങ്കിലും ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. So look out for that. Okay, so by using this method it will be മോർ ഈസി. സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നിരിക്കുന്ന പാസേജ് എത്ര വലുതായിക്കോട്ടെ എത്ര ചെറുതായിക്കോട്ടെ യു ക്യാൻ ഐഡന്റിഫൈ ആൻഡ് കംപ്ലീറ്റ്ലി ഗെറ്റ് ഇൻ ടു എ കൺക്ലൂഷൻ, റൈറ്റ്? സോ വേർഡ്സിന് പിന്നാലെ പോകുന്നത് പാസേജിൽ റീഡിങ്ങിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ റീഡ് ദ ക്വസ്റ്റ്യൻ, അതിൽ ക്വസ്റ്റ്യനിലെ കീവേഡ്സ് മാർക്ക് ചെയ്യുക. അതിനുശേഷം എങ്ങോട്ട് പോവുക, പാരഗ്രാഫിലേക്ക് പോവുക. പാരഗ്രാഫിൽ പോകുന്ന സമയത്ത് ഈ കീവേഡ്സ് നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അണ്ടർലൈൻ ദം. അണ്ടർലൈൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ റിലേഷൻ ഇല്ലാന്ന് തോന്നി അടുത്ത കീവേഡ് അവിടെ തന്നെ ഉണ്ടാവും, അടുത്ത എവിടെയെങ്കിലും ആയിട്ട് നെക്സ്റ്റ് കീവേഡ് ഉണ്ടാവും. സോ ഐഡന്റിഫൈ ദം ആൻഡ് മാച്ച് യുവർ ആൻസേഴ്സ്. ഇത് മാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്ഷൻസും കൂടി കൺസിഡർ ചെയ്താൽ യു വിൽ ഗെറ്റ് ഇൻ ടു എ കൺക്ലൂഷൻ, റൈറ്റ്? മിക്കവാറും 4 ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ വെറുതെ തരുന്നതായിരിക്കും. അതുപോലെ രണ്ടാമത്തെ ഓപ്ഷനും, അതായത് ഒന്നെന്ന് പറഞ്ഞാൽ പാഴ് ഓപ്ഷനാണ്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് തോന്നുന്ന ഒരു പാഴായിരിക്കും. പിന്നെ ഉള്ളതാണ് 2 ആൻസേഴ്സ് ഉണ്ടാവും. ഈ 2 ആൻസേഴ്സ് ഭയങ്കര ട്രിക്കി ആയിരിക്കും. സോ ഇതിൽ നിന്ന് റൈറ്റ് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന കാര്യം വരുന്നത് വെൻ ലൈക്ക് ആൻസറിങ് MCQs, റൈറ്റ്? സോ മുന്നോട്ട് പോവാം. ഇനി തിങ്സ് ടു റിമെമ്പർ, ഇതൊന്നും ഞാൻ കൂടുതലായിട്ട് വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ പറയുന്ന കാര്യം തന്നെ നിങ്ങൾ ജസ്റ്റ്, പക്ഷെ എന്നാലും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുകൊണ്ട് ഞാൻ അതിന്റെ ഹെഡിങ്സ് മാത്രം വായിച്ചു പോകാൻ, എന്നിട്ട് അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വിച്ച് ഇസ് ഫൈൻഡ് ദ സെൻട്രൽ ഐഡിയ ഇൻ ദ പാസേജ്. സെൻട്രൽ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് ആ പാസേജ്, ഒരു ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ ആ പാസേജ് എന്തിനെ കുറിച്ചാണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ ഫോക്കസ് ഓൺ ഡീറ്റെയിൽസ്, ഏതെങ്കിലും തരത്ത് ഈ സ്പെസിഫിക് ഡീറ്റെയിൽസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഒരു പാസേജിൽ നമുക്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യുക, ദ സെയിം തിങ്, റൈറ്റ്? ഇനി ദെൻ വി ഹാവ് ലോജിക്കൽ സ്ട്രക്ചർ. ചില സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ അതിൻ്റെ അകത്ത് കിട്ടില്ല. സോ വിൽ ഹാവ് ടു അസ്യൂം, ഈ ഒരു ലോജിക്കൽ അസംഷൻ നമ്മളവിടെ നടത്തേണ്ടി വരും. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ ടൈറ്റിലൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളോട് ടൈറ്റിൽ ഇടാൻ പറയും ഒരു പാസേജിന്. സോ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിരിക്കുന്ന പാസേജ് ടൈറ്റിൽ ഏതാണെന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് തരുന്നില്ല. അതൊക്കെ ബേസ്ഡ് ഓൺ യുവർ ലോജിക്കൽ സ്ട്രക്ചർ, ദാറ്റ് ഇസ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടാണ്
അത് വരുന്നത്. ആൻഡ് ഓൾസോ ഐഡന്റിഫൈ ഫോർ ദ ടോൺ ഓഫ് ദ പാസേജ്. ഏതൊരു തരത്തിലാണ് അതിന്റെ ഒരു ടോൺ പോകുന്നത്. സോ എങ്ങനെയാണ് ഇതൊരു ബേസിക്കലി ഏതൊരു ബേസിക് നോക്കി അതിൽ ബയസ്ഡ് ആയിരിക്കാം, അതുപോലെ ഒപ്റ്റമിസ്റ്റിക് ആയിരിക്കും, ഹ്യൂമറിസ്റ്റ് ആവാം. സോ പല ടൈപ്പ് ഓഫ് പാസേജസ്, ഏതൊരു ടോണിലാണ് ഈ പാസേജസ് പോകുന്നത്. ഇപ്പോൾ ടോൺസ് എന്ന് പറഞ്ഞാൽ വളരെ വെറൈറ്റി ഓഫ് ടോൺസ് ആണ് നമുക്ക് വരുന്നത്. ഒരാൾ ലൈക്ക് അൺബയസ്ഡ് ആയിട്ട് ആരെയും ഇതാവാത്ത രീതിയിൽ പക്ഷെ ബയസ്ഡ് ആയിട്ട് പോകുന്നതുണ്ട്. സോ അതുപോലെ തന്നെ ഒരു സിംഗിൾ ടോൺ മോണോട്ടോണസ് ആയിട്ട് പോകുന്നതുണ്ട്. സോ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഏതൊരു ടൈപ്പ് പാസേജ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ ആണ് അവിടെ ഓഥർ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഓഥർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നിടത്ത് യു ക്യാൻ ഈസിലി ഗെറ്റ് ഇൻ ടു കൺക്ലൂഷൻസ്, റൈറ്റ്? സോ ഇവിടെ നമുക്ക് ലൈക്ക് എന്തൊക്കെയാണ് നമുക്ക് സ്കിൽസ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, ലൈക്ക് സ്കിൽസ് വേണ്ടത് എന്തൊക്കെയായിരിക്കും? ലോജിക്കബിലിറ്റി, ഫ്ലുവൻസി, ഇൻഫറൻസ് പവർ, അനലിറ്റിക്കൽ എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി, സെന്റൻസ് കൺസ്ട്രക്ഷൻ ആൻഡ് കൊഹഷൻ, അതുപോലെ തന്നെ റീഡിംഗ് സ്പീഡ്, വൊക്കാബുലറി പവർ, അതുപോലെ തന്നെ വർക്കിംഗ് മെമ്മറി ആൻഡ് അറ്റൻഷൻ. സോ ഇങ്ങനെയുള്ള സ്കിൽസ് ആണ് നമുക്ക് ഡെവലപ്പ് ആവുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ടേക്ക് അവേ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? സോ ബേസിക്കലി ഐഡിയാസ് കണക്ട് ചെയ്യാനുള്ള സ്ട്രക്ചർ കിട്ടും, അനാലിറ്റിക്കൽ ആയിട്ടുള്ള എബിലിറ്റി കിട്ടും. സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കാം. സോ വൈ വി ആർ ആൻസറിങ് ദീസ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. സോ ദാറ്റ് ഇസ് വൈ. സോ അതുപോലെ തന്നെ ഒരു റീഡിങ് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു കാര്യം തന്നെ വായിച്ചുകൊണ്ടിരിക്കുക. സോ ബേസിക്കലി ദർ വാസ് ഞാനൊരു അതിനിടയിൽ ഒരു ചെറിയ സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുകയാണ്. വിച്ച് ഇസ് സോ വെൻ ലൈക്ക് ഞാനെന്നല്ല ഒട്ടുമിക്ക ലൈക്ക് ഇംഗ്ലീഷ് ആയിട്ട് റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഭയങ്കര ഐഡലായിട്ട് കാണുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ മുന്നേ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഐ ഐഡലൈസ് മിസ്റ്റർ ശശി തരൂർ, ആർ ന്യൂ MP for here. So for Trivandrum. So പുള്ളിയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ he was asked. So പുള്ളിയുടെ ആ ഒരു ബ്രിട്ടീഷേഴ്സിനെതിരെയുള്ള ഒരു സ്പീച്ച് ഒക്കെ ഇറ്റ് വാസ് വെരി like it was very famous and he was like became very famous. ആ ഒരു ഒറ്റ കോണ്ടെക്സ്റ്റിന് മുകളിൽ തന്നെ he received many appreciations from like people without considering their gender, like caste, color, whatever. So അത്രയും ഒരു ലവ് കിട്ടിയ ഒരാളാണ് പുള്ളി. And he was asked by a little girl when he came to Trivandrum, some school, I guess it was St. Mary's Patam or something like that. So from that place he was asked this interesting question that, sir, to learn English like you, or to speak English like you, or to get that much like knowledge about English, how is that possible? So Mr. Shashi Tharoor just answered with a small sentence, that is, I would say just one thing. You follow one thing, that is to read, right? That was as simple as that. And he started explaining that it was because he was surrounded by books. He started reading all those books so that he could really learn from the culture, from the every aspects of geography, like literature. Everything was possible, and he was completely in that complete farrago of words. That is quite awesome. You can like, because being in the like world of words and communicating through them, communicating your ideas through conversations, and also and conversations may be like lost. We can lose our memory. We can just simply forget it. These are all possible. But if you write something of your own and if it stays out there, so it is only possible after you read many. You cannot write like as such. നിങ്ങൾക്കൊരു ലൈക്ക് എഴുതാൻ ലൈക്ക് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. സോ ഐഡിയ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇറ്റ് ഇസ് ബൈ ലിസ്ണിങ്, റീഡിങ്. ഇങ്ങനെ റീഡിങ് എന്ന് പറയുമ്പോൾ അതിനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. എത്ര നിങ്ങൾ വീഡിയോസ് ലിസൺ ചെയ്താലും ഒക്കെ ആണെങ്കിലും ഇറ്റ് ഇസ് അതിനകത്ത് നമുക്ക് ഗ്രാസ്പിങ്, നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഗ്രാസ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് റീഡിങ് ദാറ്റ് മോൾസ് us ടു ദാറ്റ്. കാരണം ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ വേർഷൻസ് മാത്രമല്ലേ പറയാം. സോ എൻ്റെ വേർഷൻസ് അല്ല നിങ്ങൾ എടുക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടേതായ വേർഷൻസും കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് reading is the only thing that gives you your own versions to many things, many aspects ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടേതായ അർത്ഥം കിട്ടണമെങ്കിൽ യു ഷുഡ് റീഡ് ഔട്ട് ദെയർ. സോ ഇത്രയും കാര്യങ്ങളാണ്. സോ ഈ ചാപ്റ്റർ ലൈക്ക് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ലൈക്ക് ഒരു ഔട്ട് ഓഫ് ദ ബുക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു. ഒരു പാരഗ്രാഫിനെ എങ്ങനെ ആൻസർ ചെയ്യണം, ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ റീഡ് at least 2 to 3 questions and memorize them, right? And then go towards the passage and read the whole passage so that you will get answers to that questions, which won't take up much of your time. നിങ്ങളെ വല്ലാതെ നിങ്ങളുടെ സമയം എടുക്കുന്ന രീതിയിലേക്ക് ഇത് പോവില്ല.
So that is very important. Time management ആണ് നിങ്ങളെ സംബന്ധിച്ചോളം ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു MCQ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ വെറി ചെയ്യേണ്ട കാര്യം. കാരണം ടൈം നമുക്ക് വളരെ കുറവായിരിക്കും. ഒരു ക്വസ്റ്റ്യന് നോർമലി ഒരു പാസേജ് വായിച്ച് 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താലും വേറൊരു 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന അതേ തന്നെ ഉള്ളൂ, എഫേർട്ട് തന്നെ ഉള്ളൂ. പക്ഷേ യു ഷുഡൻ ടേക്ക് മോർ ടൈം വെൻ ഇറ്റ് കംസ് ടു പാസേജ് ക്വസ്റ്റ്യൻസ്, റൈറ്റ്? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മളിവിടെ സ്വയം മനസ്സിലാക്കി അർത്ഥം നമുക്ക് ഓക്കെ ഈ അർത്ഥം എനിക്ക് മനസ്സിലായി എന്ന് അറിയാൻ വേണ്ടി ഇരിക്കുന്നവരല്ല. വി ആർ ഹിയർ ടു ഗെറ്റ് മാർക്സ്, അല്ലെ? ഈ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ആൻസർ. കാരണം ഇനിയും ഒരു 5 അല്ലെങ്കിൽ 10 ആൻസർ ചെയ്യാനുള്ള ടൈം നമ്മൾ അവിടെ കൊണ്ട് കളഞ്ഞിട്ട് കാര്യമില്ല. ബൈ റീഡിങ് ദ ഹോൾ പാസേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ടോൺ ഓഫ് ദ പാസേജ് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് വി കനോട്ട് മൂവ് ഓൺ, അല്ലെ? സോ അതിന് വേണ്ടിയിട്ടാണ് ഐ എം സെയിങ് ദാറ്റ് യു ഷുഡ് റീഡ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് and then go to at least 1 or 2 to 3 questions should be memorized, and then you have to go to the passage and identify the keywords which you marked in the questions and find necessary matches and get into your answer, right? So idana nammal ഒരു ഫോളോ ചെയ്യേണ്ട ഒരു ലൈക്ക് മോഡസ് ഓപ്പറാൻഡി അല്ലെങ്കിൽ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ റൈറ്റ്, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ നൗ വി വിൽ മൂവ് ഓൺ ടു ദ questions. We will be ഒരു സാമ്പിൾ ആയിട്ടുള്ള ഒരു 3-4 questions നമുക്ക് ചെയ്തു നോക്കാം, right? On towards the questions. So here we go to the first question, which is read the given passage carefully. So ഇത് തന്നെയാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടാവുക. read the given passage carefully and attempt the questions that follow, right? So we are given a passage, okay, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ലൈക്ക് ഒരു നോർമൽ പാസേജ് തന്നെയാണ്, റൈറ്റ്? സോ ഇനി നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. The first question, that is question number 108. That is, what is the theory divine right? ഞാൻ ഓൾറെഡി പറഞ്ഞു, ആദ്യം തന്നെ നമ്മൾ എങ്ങോട്ടാ പോവാ? ക്വസ്റ്റ്യൻസിലേക്കാണ് പോവാ. ഓക്കെ, സോ ഇതിൽ നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോക്കുക. കാരണം രണ്ട് പാസേജസ് നോക്കിയിട്ട് the rest of the passages you try yourself and get into an answers and answer keys വേണമെന്നുണ്ടെങ്കിൽ you can just ask us every time. നിങ്ങൾ കോർഡിനേറ്റേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ they'll be providing you the answer keys, right? സോ ഇവിടെ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. സോ ദ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മൾ പാസേജിലേക്കല്ല പോകേണ്ടത്, ക്വസ്റ്റ്യൻസിലേക്കാണ് പോകേണ്ടത്. സോ പാസേജിലല്ല, നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് ആവണം. സോ എത്ര ക്വസ്റ്റ്യൻസ്? 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെയെങ്കിലും കഴിയുന്നത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുമോ നോക്കാം, റൈറ്റ്? ലെറ്റ്സ് മെമ്മറൈസ്, റൈറ്റ്? വാട്ട് ഇസ് ദ തിയറി ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്? ഓക്കെ, ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്. ഇവിടെ ഞാൻ പറഞ്ഞു കീവേഡ്സ് ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഐഡന്റിഫൈ ചെയ്തു. എന്താണ് ഇവിടെ ഒരു ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്, അതും പ്രത്യേകിച്ചും ഇൻവേർട്ടഡ് കോമേഴ്സിൽ ഇട്ട് വെച്ചിരിക്കുന്ന രീതിയിൽ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ കൺട്രോൾഡ് എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ദ റിനൈസൻസ്? ഓക്കെ, റിനൈസൻസ് പീരീഡിൽ എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്ത ആരാണ്? അപ്പൊ ആദ്യത്തെ എന്താണ്? ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്. ഓക്കെ, ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്. അതുപോലെ എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് റിനൈസൻസ് കൺട്രോൾ ചെയ്തത് ആര്? ഇനി മൂന്നാമത്തും കൂടി മെമ്മറൈസ് ചെയ്താലോ, റൈറ്റ്? വാട്ട് ഡിഡ് ദ റൂളിംഗ് ക്ലാസ് ഇൻ ദ ക്രിസ്ത്യൻ എറ തിങ്ക് ഓഫ് ദ പുവർ മാൻ? ഓക്കെ, പുവർ മാനെ കുറിച്ച് ക്രിസ്ത്യൻ എറയിൽ തിങ്ക് ചെയ്തിരുന്ന ആൾക്കാർ ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ റൂളിംഗ് ക്ലാസ് ആലോചിച്ച കാര്യം എന്താണ്, റൈറ്റ്? Now let's delve into the passage. It is an old saying that knowledge is power. Education is an instrument which imparts knowledge and indirectly. Therefore, ever since the dawn of civilization, persons in power have always tried to supervise or control education. It has been handmade for the ruling class during the Christian era. Okay, the Christian era. Christian era ine kurichu oru question undallo. Yes, Christian era. Okay, ruling class. Okay, Christian era, the എക്ലീസിയാസ്റ്റിക്സ്. സോ അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പള്ളിയിലെ അച്ഛന്മാര്, പ്രീസ്റ്റ്, അങ്ങനെയുള്ള ആളുകളെ പറയുന്നതാണ് എക്ലീസിയാസ്റ്റിക്സ്. സോ എക്ലീസിയാസ്റ്റിക്സ് കൺട്രോൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ. സോ അവരായിരുന്നു കൺട്രോളിൽ ഉണ്ടായിരുന്നത്. ഡിഫ്യൂസ്ഡ് among the people the gospel of the Bible and religious teachings. Okay, were no longer other than maintaining the existing society. It taught the poor man. Okay, നമ്മൾ വന്നല്ലോ, ക്വസ്റ്റ്യനിലേക്ക് വന്നല്ലോ. ക്രിസ്ത്യൻ എറയിൽ നമ്മൾ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നേ? പുവർ മാന് എന്തിനെ കുറിച്ചാണ് ഉപമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് പുവർ മാൻ ഉണ്ടായിരുന്നതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താ പറഞ്ഞത്? ഇറ്റ് ടോട്ട് ദ പുവർ മാൻ ടു ബി മീക്ക് ആൻഡ് ടു ഏൺ ഹിസ് ബ്രെഡ് വിത്ത് ദ സ്വെറ്റ് ഓഫ് ഹിസ് ബ്രോ വൈൽ ദ പ്രീസ്റ്റ് ആൻഡ് ദ ലാൻഡ് ലോർഡ്. ഓക്കെ, അവരെന്ത് ചെയ്യാണ്? ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുകയും ഇവർക്ക് എതിരെ നിൽക്കുവാണെങ്കിൽ അവർ ഭയങ്കര ലൈക്ക് ഒരു ലക്ഷറി ലക്ഷറി സിസ്റ്റത്തിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. സോ എന്തായിരുന്നു ഒരു പുവർ മാൻ ചെയ്യേണ്ടത്? കഷ്ടപ്പെടുക, അതേപോലെ ഒരു ഒന്നും അല്ലാത്തവനായിട്ട് ജീവിക്കുക, മീക്ക് എന്നുള്ള രീതിയിൽ, ആൻഡ് ഏർണസ് ബ്രെഡ് വിത്ത് ദ സ്വെറ്റ് ഓഫ് ഹിസ് ബട്ടർ. സോ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. സോ ദാറ്റ് ഈസ് ദ ബിലവഡ്. എന്തായിരുന്നു ഓപ്ഷൻസ്? ദാറ്റ് ഹി ഈസ് ദ ബിലവഡ് ഓഫ് ഗോഡ്. അല്ല, പുവർ മാനെ കുറിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ദാറ്റ് ഹി ഡിസേർവ്സ് ഓൾ സിമ്പതി. നോ. ദാറ്റ് ഹി ഷുഡ് ബി സ്ട്രോങ് ആൻഡ് ലോർഡ് ഓവർ അതേഴ്സ്. നെവർ. ആൻഡ് the last option, that is that he is meant for serving the rich. So right answer. എളുപ്പമല്ലേ?
എങ്ങനെയാ ഇപ്പൊ ആൻസർ കിട്ടിയത്? ഈ 3 ക്വസ്റ്റ്യൻ ഞാൻ മെമ്മറൈസ് ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ആദ്യം തന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയത്. സോ ദിസ് ഇസ് ദ സെൻസ് ബിഹൈൻഡ് ദ മെമ്മറൈസിങ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാര്യം ഇതാണ്. റൈറ്റ്? ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഇല്ലേ? റിനൈസൻസിൽ ആരുടെ അടുത്തായിരുന്നു കൺട്രോൾ, അതുപോലെ ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്. റൈറ്റ്? സോ അങ്ങനെ പോകുന്ന സമയത്ത് in other words it became more secular. Under the control of the monarch, education became like during the Renaissance. Renaissance നമുക്കൊരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ലേ? റിനൈസൻസിൽ ആരാണ് എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്തത്? എഡ്യൂക്കേഷൻ പാസ്ഡ് മോർ ഫ്രം ദ ക്ലച്ചസ് ദ പ്രീസ്റ്റ് ഇൻ ടു ദ ഹാൻഡ് ഓഫ് ദ പ്രിൻസ്. അല്ലെ? ആരുടെ അടുത്തേക്ക് എഡ്യൂക്കേഷൻ പോയെന്നല്ലേ ചോദിച്ചാൽ, ആര് കൺട്രോൾ ചെയ്തെന്നല്ലേ ചോദിച്ചാൽ? എന്താ അവിടെ ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസ് ഉള്ളത്? കോമൺ പീപ്പിൾ, ദ ചർച്ച് ആൻഡ് ദ പ്രീസ്റ്റ്, ദ പ്രിൻസ്, നൺ ഓഫ് ദ ബോ. വി ഹാവ് ദ ആൻസർ ദ പ്രിൻസ്. എളുപ്പമല്ലേ? ഇനിയിപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, നമുക്ക് പോവാം. സോ ഒരു ക്വസ്റ്റ്യൻ അല്ലേ നമ്മളിപ്പോ മെമ്മറൈസ് ചെയ്യുന്നുള്ളൂ. സോ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ഇവിടെ ആഡ് ഓൺ ചെയ്യാൻ വായിക്കാൻ ആലോചിക്കുകയാണ്. ഹൂ കൺട്രോൾ ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ദി ക്രിസ്ത്യൻ എറ? ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ആവുമ്പോൾ, അതായത് നമ്മളിപ്പോ മെമ്മറൈസ് ചെയ്ത 3 ക്വസ്റ്റ്യൻസിന് 2 നമുക്ക് കിട്ടിയല്ലോ. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ക്വസ്റ്റ്യൻ മാത്രമായിട്ട് ഞാൻ എന്തായാലും പാസേജ് തപ്പുന്നില്ല, 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ക്വസ്റ്റ്യനും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. വിച്ച് ഇസ് ഹൂ കൺട്രോൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ദ ക്രിസ്ത്യൻ എറ? നമ്മൾ ഓൾറെഡി വായിച്ചതല്ലേ. ആരായിരുന്നു? ഇവിടെ വലിയൊരു വാക്ക് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? എക്ലീസിയാസ്റ്റിക്സ്, അഥവാ ഞാൻ പറഞ്ഞു പള്ളിക്കാര്, അങ്ങനെയുള്ള ആളുകൾ അല്ലേ. സോ അതിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ടോ നോക്കി? ദ സെക്യുലർ ലീഡേഴ്സ്, അതാ ദ ചർച്ച് ആൻഡ് ദ പ്രീസ്റ്റ് ഇല്ലേ? ഇത് തന്നെയല്ലേ എക്ലീസിയാസ്റ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഇതാണ് വൊക്കാബുലറി അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. റൈറ്റ്? ഇനി മുന്നോട്ട് പോവാം. അപ്പൊ ആ ആൻസർ കിട്ടിയ ശരിക്കും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യട്ടെ. ഇൻഫോളിബിലിറ്റി എന്നുള്ള അർത്ഥം എന്താണ്? സോ ഇൻഫോളിബിലിറ്റി എന്നുള്ളത് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. സോ ഇൻഫോളിബിലിറ്റി എവിടെയാണ് വന്നിട്ടുള്ളത്? എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മൾ ഇതുവരെ വായിച്ചില്ല ഇൻഫോളിബിലിറ്റി എന്നുള്ളൊരു വാക്ക് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഇതാ വരുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ബിക്കെയിം മോർ സെക്യുലർ. Under the control of the monarch, education became to devise and preach the infallibility of its masters. അതായത് വീഴാത്ത രീതിയിൽ അല്ലെ, അല്ലെങ്കിൽ ഒരു രീതിയിൽ മനക്കാൻ പറ്റാത്ത, അഥവാ അതിൽ അങ്ങനത്തെ എന്തെങ്കിലും അർത്ഥം വരുന്നത് നമുക്ക് ഈ ഒരു ഓപ്ഷൻസിൽ തന്നിട്ടുണ്ടോ നോക്കാം. റൈറ്റ്? ദാറ്റ് എവറി മാൻ ഇസ് ഓപ്പൺ ടു എറർ അല്ല. സെൻസിറ്റിവിറ്റി ഒരിക്കലും അല്ല. ദ വെർച്യൂ ഓഫ് നോട്ട് മേക്കിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, നോക്കട്ടെ. ദാറ്റ് സം ഡിവൈൻ പവർ ഇസ് റെസ്പോൺസിബിൾ ഫോർ. അങ്ങനെയാണോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇൻഫോളിബിലിറ്റി ഉണ്ട്? അല്ല. സോ ദാറ്റ് ഇസ് സി, ദ വെർച്യൂ ഓഫ് മിസ്റ്റേക്ക്. സോ നമുക്ക് അറിയാത്ത കാര്യം വരെ നമ്മളൊരു കുറച്ച് ഓപ്ഷൻസും നമ്മുടെ ആ കോണ്ടെക്സ്റ്റും വെച്ച് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുന്ന കണ്ടോ ഇല്ലയോ? റൈറ്റ്? സോ നീനിപ്പോ ഏതൊക്കെയാ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോഴും നമുക്ക് ഉത്തരമായിട്ടില്ല. സോ ഇനി അതിന്റെ കൂടെ ഒന്നും കൂടി നമുക്ക് ആഡ് ചെയ്യാം. വാട്ട് ഡു യു മീൻ ബൈ ദ സ്വെറ്റ് ഓഫ് ഹിസ് ബ്രോ? അത് ഓൾറെഡി നമ്മൾ വായിച്ച കാര്യമാണ്. ഒരു കോമൺ മാൻ അല്ലെങ്കിൽ ഒരു പുവർ മാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലെ. സോ എന്തായിരിക്കും സ്വെറ്റ് ഓഫ് ദ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപ്പാണ്. നെറ്റിയുടെ മുകളിലെ വേർപ്പ് നമ്മളെപ്പോഴാ പറയാ? പണിയെടുക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പണിയെടുക്കുക എന്നുള്ള ഓപ്ഷൻസ് നോക്കാം. വെരി വെരി ഹാർഡ് വർക്ക് അല്ലേ? അതാണ്. എന്നാലും അടുത്ത ഓപ്ഷൻസ് നോക്കാം. ദ ടൈനി ഡ്രോപ്സ് ഓഫ് സ്വെറ്റ് ഓൺ ദ ഫോർഹെഡ് ആണ്. പക്ഷെ അങ്ങനെയാണോ അത് ഉദ്ദേശിക്കുന്നത്? ലിറ്റററി മീനിങ് ആണോ? അല്ല. റൈറ്റ്? ഫിഗർ ഓഫ് സ്പീച്ച് ആണത്. സോ ദ റിങ്കിൾസ് വിസിബിൾ ഓൺ ദ ഫോർഹെഡ്, ദ സൈൻ ഓഫ് ഇന്നസെൻസ്. ദ ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദ റൈറ്റ് വൺ. സോ അത്രയായില്ലേ. ഇനി ഇതാ വാട്ട് ഇസ് ദ പോളിസി ഓഫ് ലൈസസ് ഫെയർ? ഓക്കെ, 2 ഇൻവേർട്ടഡ് കോമാസ് ഉള്ളതാണ് നമുക്ക് ഇതുവരെ കിട്ടാത്തത് അല്ലെ. രണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 കാര്യങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല ആ ഒരു ക്വസ്റ്റിന്റെ അകത്തുനിന്ന്. അപ്പൊ എന്താണ്? റൈറ്റ്? സോ എന്താണ് നമ്മൾ നോക്കുന്നത്? സോ ഇനി നമുക്ക് വേണ്ടത് ലൈസസ് ഫെയറും അതുപോലെ എന്താണ് ഫസ്റ്റ് ഇതിൽ വന്നിരിക്കുന്ന അതവസോ നമുക്ക് ഫുൾ പാസേജ് തന്നെ വായിച്ചു നോക്കാം. റൈറ്റ്? ദ ഡിവൈൻ റൈറ്റ്. ഓക്കെ, in order other words more secular, infallibility of its masters, the king, monarch or king. It also invented the supported fantastic theories like the divine right theory. അതന്നെയല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. the divine right of the king എന്തായിരുന്നു? can do no wrong, അല്ലെങ്കിൽ കിങ് ചെയ്യുന്നതൊക്കെ ശരിയാണ് അല്ലെ. അങ്ങനെ ഒരു അർത്ഥമാണ് അവിടെ തന്നിരിക്കുന്നതെങ്കിലും എന്തൊക്കെ ഓപ്ഷൻസ്? the king or god അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. the right that the right of governing is conferred upon the king by God. ഭരിക്കാനുള്ള അവകാശം അയാൾക്കാണ്. ഇൻഫോളിബിലിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു അർത്ഥമുണ്ട്. അടുത്ത് നോക്കാം. ദേ ഹാവ് ദ റൈറ്റ് ടു ബി വർഷിപ്ഡ് ലൈക്ക് ഗോഡ്സ്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ, ഒരിക്കലില്ല. സോ ഇതാണ് പറയുന്നത്. നമ്മുടേതായിട്ടുള്ള കൺക്ലൂഷൻസിലേക്ക് എടുക്കാതെ പാസേജിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാസേജിൽ കിങ് ആർ ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നോ. പക്ഷെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അവര് അജയ്യരാണ്, അല്ലെങ്കിൽ ഇൻഫോളിബിലിറ്റി ഉള്ളവരാണ്, അല്ലെങ്കിൽ ഒരു രീതിയിലും അവരെന്ത് ചെയ്യുക, ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവർ നിൽക്കുന്നത് അല്ലെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ അവരൊരു എന്തോ ഒരു വലിയ ആൾക്കാരായിട്ടാണ്. പക്ഷെ അപ്പോൺ, അതായത് ദ റൈറ്റ് ഓഫ് ഗവേണിംഗ് ഈസ് കൺഫേർഡ്. ഈ
ഭരിക്കുക എന്ന് പറയുന്നത് ഇവരായിരിക്കണം എന്നുള്ള ദൈവനിശ്ചയമാണ് എന്നുള്ള രീതിയിൽ. സോ അത് വേണമെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം. 100% ഓക്കെ അല്ല, പക്ഷെ എന്താണ് ബാക്കിയുള്ള ഓപ്ഷൻസിനെ വെച്ച് നോക്കിയേ. They have the right to be worshipped, that the right of the king are divine and therefore sacred. അങ്ങനെയൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. സോ ദ മോർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എടുക്കുക. സോ ഇതൊരു ട്രിക്കി ആയിട്ടുള്ള സാധനമാണ്. സോ അതുകൊണ്ട് തന്നെ മോർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എടുക്കാനേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ, വിച്ച് ഇസ് ദ ഓപ്ഷൻ ഇസ് ബി. റൈറ്റ്? സംശയമുണ്ടോ? ഇല്ലല്ലോ. ദാറ്റ് ഈസ് എങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ആലോചിക്കേണ്ടതാണ്, നമുക്കൊരു ആൻസർ കിട്ടി, ഓപ്ഷൻസിൽ നമ്മൾ ആൻസർ കറക്റ്റ് എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏതാണ് ഏറ്റവും നല്ല ഉത്തരം, ഏറ്റവും ശരിയായ ഉത്തരം, തമ്മിൽ ഏറ്റവും ശരിയായ ഉത്തരം, ഏറ്റവും മാച്ച് ചെയ്യുന്ന ഉത്തരം ഏതാണെന്ന് നോക്കാനാണ്. നമ്മളിപ്പോ രണ്ടൊരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു. റൈറ്റ്? നൗ ഓക്കെ, ഇനി നമുക്കുള്ള എന്താണ്, ഓക്കെ സ്വെറ്റ് ഓഫ് ഹിസ് ബ്രോ കഴിഞ്ഞു. ഇനി ലൈസസ് ഫെയർ എന്നുള്ളൊരു എന്താണ് ആ വേർഡിന് മനസ്സിലാക്കുന്നതാണ്. അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. Okay, the divine right theory കഴിഞ്ഞു. It no longer remained the privilege of the baron class, the ruling class അല്ല, but was thrown open to the new rich merchant class of the society. Okay, the philosophy which was in vogue during the period was that of laissez-faire. അങ്ങനെ ഇവിടെയാണ് laissez-faire. എന്താണത് മനസ്സിലാക്കുന്നത്? Restricting the function of a state to be a mere keeping of laws and order while law and order, while on the other hand in practice the law of the jungle prevailed in the free competition. Okay, സംഭവം സ്റ്റേറ്റിന്റെ അടുത്താണ് പവർ എന്നുണ്ടെങ്കിലും എന്താണ് സ്റ്റേറ്റിന് കാര്യമായിട്ടുള്ള പവർ ഇല്ല. ആരാണോ സർവൈവൽ, അതായത് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള, ഏറ്റവും ലൈക്ക് ശക്തനായിട്ടുള്ള ആള് അയാൾ അവിടെ ഭരിക്കും എന്നുള്ള രീതിയിലേക്കായിരുന്നു കണ്ടീഷൻസ് എത്തിയെന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. അതാണ് ലൈസൻസ് ഫെയർ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോവാം. എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? ഇൻഡിവിജ്വൽ ഫ്രീഡം ഇൻ ദ എക്കണോമിക്സ് ഫീൽഡ്. എക്കണോമിക്സ് ഫീൽഡ് എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഇൻഡിവിജ്വൽസിന് ഫ്രീഡം ഉണ്ട്. എന്തുകൊണ്ട്? സ്റ്റേറ്റ് വെറുതെ ഒരു ഭരിക്കുന്ന ആളുകൾ മാത്രമാണ്, അതും പേപ്പറിൽ. എവിടെ ശക്തിയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? സ്വന്തമായിട്ട് ഇതായിട്ട് വരുന്നത് അല്ലെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്നവര് അല്ലെ, അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇവിടെ എന്തുള്ളത്, ലൈക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഏകദേശം ഒരു ആൻസർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എക്കണോമിക്സ് ഫീൽഡ് എന്നോ അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. സ്റ്റേറ്റ് കൺട്രോൾ ഓവർ ലോ ആൻഡ് അല്ലല്ലോ, സ്റ്റേറ്റ് കൺട്രോൾ ഉണ്ട്. എവിടെ? മിയർ കൺട്രോൾ ആയിട്ടാണ്. അവർക്ക് കൺട്രോൾ ഒന്നുമില്ല. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ശരിക്കുള്ള ആളുകളാണ്. ജോയിന്റ് കൺട്രോൾ ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ബൈ ദ സ്റ്റേറ്റ് ആൻഡ് പ്രൈവറ്റ് എന്റർപ്രൈസസ്. നോ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞിട്ടില്ല. ഡീ കൺട്രോൾ ഓവർ ലോ ആൻഡ് ഓർഡർ ബൈ ദ റൂളിംഗ് ക്ലാസ്. അല്ലല്ലോ, കൺട്രോളിൽ നിന്ന് അവർ ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. നോ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. സോ ദ ഓൺലി ഓപ്ഷൻ. സോ വീണ്ടും ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. നൗ വി ആർ ഗോയിങ്. എന്താണ് ഇവിടെ ഇത് എഴുതുന്ന സമയത്ത് റൈറ്ററിന്റെ സമയത്തെ സംബന്ധിച്ചോളം എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ലൈക്ക് എങ്ങനെയാണ് ഇയാൾ ഇത് സ്പെൻസർ ചെയ്തിരിക്കുന്നത്? കൺസേൺഡ്, അൺകൺസേൺഡ്, അഗ്രസീവ്, ഫ്രസ്ട്രേറ്റഡ്. എന്തായിരിക്കും പുള്ളി ഇതിലൊരു അഗ്രസീവ് ആയിട്ടുള്ള റൈറ്റിംഗ് ഉണ്ടോ? ഇല്ല. അൺകൺസേൺഡ് അല്ലല്ല, കാരണം കറക്റ്റ് ആയിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് പുള്ളി നടത്തിയിരിക്കുന്നത്. സോ അൺകൺസേൺഡ് അല്ല, അഗ്രസീവ് അല്ല. ഫ്രസ്ട്രേറ്റഡ് ആണോ? ചെറിയ ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഫാക്ച്വൽ ആയിട്ടല്ലേ പോയിരിക്കുന്നത്, കാര്യങ്ങളൊക്കെ ഒരു ഫാക്ടിന്റെ ബേസിസിലല്ലേ പോയിരിക്കുന്നത്. സോ അത് നമുക്ക് പറയാൻ പറ്റില്ല. വിച്ച് ഇസ് ഐ വുഡ് ടേക്ക് ദ ഓപ്ഷൻ ആൻഡ് വിച്ച് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ, വിച്ച് ഇസ് കൺസേൺഡ്. റൈറ്റ്? ചൂസ് ദ കറക്റ്റ് സിനോണിം ഔട്ട് ഓഫ് ദ 4 choices given. റൈറ്റ്? ഗോസ്പെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ്, ചിറ്റ് അല്ല, റൂമർ അല്ല, ഗൈഡൻസ് അല്ല, വിച്ച് ഇസ് എ ടീച്ചിങ് ഓർ ഡോക്ട്രൈൻ ഓഫ് എ റിലീജിയസ് ടീച്ചർ. ഈ ഗോസ്പെൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയാ, സ്തുതിഗീതങ്ങൾ, അതിനൊക്കെയാണ് നമ്മൾ ഗോസ്പെൽസ് എന്ന് പറയാം. സോ ദറ്റ് ഇസ് ടീച്ചർ ഓർ ഡോക്ട്രൈൻ, ടീച്ചിങ് ഓർ ഡോക്ട്രൈൻ ഓഫ് എ റിലീജിയസ് ടീച്ചർ. റൈറ്റ്? ദെൻ ചൂസ് ദ കറക്റ്റ് സിനോണിം ഔട്ട് ഓഫ് ദ 4 choices given. വോഗ്. ഓക്കെ, വോഗ് സിനോണിം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ്? സോ അന്നത്തെ ഒരു സെയിങ്, അന്നത്തെ ഒരു ഫാഷൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അത് ആ പാരഗ്രാഫിൽ നിന്ന് പോയേക്ക്, അതാ അവിടെ തന്നെ ഉണ്ട്. അതാണ് ദ ഫിലോസഫി വിച്ച് വാസ് ഇൻ വോഗ്. ഫോഗ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ആണെങ്കിൽ എന്തൊക്കെയാ അവിടെ തന്നിരിക്കുന്നത് സിനോണിംസ് ആയിട്ട് നോക്കിയേ. അൺസർട്ടൻ, ഔട്ട്ഡേറ്റഡ്. അൺസർട്ടനും അല്ല, ഔട്ട്ഡേറ്റഡും അല്ല. ദ പ്രിവെയിലിംഗ് ഫാഷൻ ഓർ സ്റ്റൈൽ. യെസ്, വോഗ് അല്ലേ, ദ പ്രിവെയിലിംഗ് വോഗ് മാഗസിൻ ഓർത്താ മതി അല്ലേ. സോ ദാറ്റ് ഈസ് ഹൗ യു ആൻസർ എ പാസേജ്. സോ ഒരു പാസേജ് നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്ത് ഇത്രയും എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പാസേജസ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക. പിന്നെ ഞാൻ പറഞ്ഞ ആലോചിക്കുക,
നല്ല രീതിയിൽ ഓപ്ഷൻസും ക്വസ്റ്റ്യൻസും പാസേജുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ യു വിൽ ഗെറ്റ് ഇൻ ടു കൺക്ലൂഷൻസ്. ഞാനിപ്പോൾ ആൻസർ ചെയ്ത് കണ്ടിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്തില്ലേ, അതിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്നൊക്കെ നോക്കിയേ. ഇതിൽ നമ്മളൊക്കെ ഏത് ഓപ്ഷൻസ് ആണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് കൺസിഡർ ചെയ്തത് പല ക്വസ്റ്റ്യൻസിലും, അല്ലേ? സോ ഈ ഒരു സ്കില്ലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. കാരണം ബേസിക്കലി നമ്മൾ വെച്ച് നോക്കുക, ഓക്കെ ഇതാണോ ഇതിന്റെ ആൻസർ? ഇതൊരിക്കലും ആവില്ല, കാരണം പാസേജിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ പാസേജിൽ പറഞ്ഞിട്ടില്ല എങ്കിലും അതിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ അതുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഏതെങ്കിലും ആൻസേഴ്സ്, സോ ദാറ്റ് യു വിൽ ഹാവ് ടു ഹുക്ക് അപ്പ് ആൻഡ് ജസ്റ്റ് ട്രൈ ടു ഗെറ്റ് ഇറ്റ് ആസ് യുവർ ആൻസർ, റൈറ്റ്? നമുക്ക് അടുത്തൊരു പാസേജിൽ ലാസ്റ്റ് പാസേജിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് വൺ ആൻഡ് വിച്ച് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു ബൈ ഇൻ ദിസ് കംപ്ലീറ്റ് ചാപ്റ്റർ, റൈറ്റ്? സോ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പാസേജിലേക്ക് പോവാം. സോ റൈറ്റ്, നമുക്കറിയാം എവിടെ പോകുന്നില്ല, നമ്മൾ പാസേജ് വായിക്കില്ല, എന്ത് ചെയ്യും? ആദ്യം 3 ക്വസ്റ്റ്യൻ വായിക്കാം. The large part of the increased food production is lost. A large part of the increased food production is lost because of. Okay. ഒരു ഇൻക്രീസ്ഡ് ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതെന്തായിരുന്നു? അതിന്റെ ഒരു ലാർജ് പാർട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സോ അതിൽ പാസേജിൽ ഉണ്ടാവുമായിരിക്കും. ദ ഫംഗ്ഷൻ ഓഫ് ദ ഇൻസെക്ടിസൈഡ് ഇസ്. എന്താണ് ഒരു ഫംഗ്ഷൻ ഇൻസെക്ടിസൈഡിന്റെ? ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ആൻസർ ചെയ്യാം, പക്ഷെ വേണ്ട. When the farmer sprays his field with chemical that kills insects. Okay. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. സോ ഇത്രയും 3 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോയി നോക്കാം. ഇന്ത്യ ലോസസ് grain crops worth crores of rupees every is because of pests. Okay. So വലിയ കാര്യം, increased food production made modern technology and agricultural research would become more evident if farmer is able to effectively combat the various pests and insects that destroy crops. അപ്പൊ എന്താ ആരാ പ്രശ്നം ഇവിടെ? ഇൻസെക്ട്സ് തന്നെ അല്ലേ? റൈറ്റ്. അപ്പൊ എന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയില്ലേ? എന്താ? എ ലാർജ് പാർട്ട് ഓഫ് ദ ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ. എന്തുകൊണ്ടാ? ഇറിഗേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ? നോ. ഇനാഡിക്വേറ്റ് റെയിൻഫോൾ ആണോ? അല്ല. ദ ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ ഹാർംഫുൾ ഇൻസെക്ട്സ്. സോ വി ആർ മാർക്കിംഗ് ദാറ്റ് ആൻസർ ആസ് ദ ആൻസർ. സോ ആൻസർ കിട്ടിയേ ഇനാഡിക്വേറ്റ് റെയിൻഫോൾ അല്ല. എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്ട്രക്ഷൻ കോസ്ഡ് ബൈ ഹാർംഫുൾ ഇൻസെക്ട്സ്, റൈറ്റ്? സോ ദ ഫംഗ്ഷൻ ഓഫ് ഇൻസെക്ടിസൈഡ്, അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അടുത്തേക്ക് പോവാം. വിച്ച് ഇസ് okay, while some of the destroyed after harvesting, a large quantity of grains is destroyed in the fields. Okay, field-ilana destroyed. True that Indian farmer today is better able to combat the destroyer of grains, for he made available to him better strong the harvested crops and modern chemical aid like insecticides, which he may spray the growing crops in the field. Okay, so insecticides in the ഉപയോഗം എന്താ? To protect the growing crop ആണോ? അല്ല, അത് ഏതാണ്? ഇത് ഏതായിരിക്കും? ഇതില് ഫസ്റ്റ് വൺ, to protect the growing crop, അല്ലേ? ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ എന്തിനാ? ഇൻസെക്ടിസൈഡ് നറിഷ് ചെയ്യാനാണോ? അല്ല. എന്തിനാണ്? പ്രൊട്ടക്ട് ചെയ്യുക, ഇൻസെക്ട്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ? ഓക്കെ, ഇനി നമുക്ക് ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ വേണ്ടേ? ഓക്കെ, എന്താണ് ഒരു ഫാർമർ അവിടെ ഇൻസെക്ടിസൈഡ് അടയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാണ് നോക്കുന്നത്. ദ കോമൺ എർത്ത്വർം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. Okay, and modern chemical, but one has to remember that not all insects are harmful. The common earthworms, for instance, is a friend of man because it does man by breaking the dead leaves and wood from the thus richer. Therefore, when a farmer sprays his field with chemicals that he destroys his friends and enemies. Okay, നോക്കട്ടെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? He spoils his growing crop. അല്ല, he kills good as well as bad insects. Yes, എന്തായിരിക്കുന്നത്? അതാണ് അവിടുത്തെ ഓപ്ഷൻ. The common earthworm is the greatest destroyer ആണോ? No. Reduces the grain to dust ആണോ? No. Breaks up the leaf അല്ലല്ലോ. Makes the soil more rich. ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ. After harvesting, what the farmer need is എന്തായിരിക്കും? സോ എന്തായിരിക്കും ഇവിടെ വേണ്ടത്? സോ ബേസിക്കലി എന്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ എന്താണ്? ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് എന്താണ് വേണ്ടിയിരിക്കുന്നത്? while some of the crops are destroyed after a large quantity. Okay, destroyer are made able to storing facilities for harvested crops and modern chemical aid. Okay, നല്ലൊരു സ്റ്റോറേജ് ഫെസിലിറ്റി ആണ് വേണ്ടത്. സോ which is suppose a direct answer. എന്താണ്? എളുപ്പമല്ലേ? a safe place for storage. പോരെ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അത് ഭയങ്കര എളുപ്പമായി പോയി അല്ലേ? ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മള് സോ ഇത് ഇങ്ങനെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. സോ കാരണം എങ്ങനെയാ? നമുക്ക് എപ്പോഴും നേരത്തെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പോലെയല്ല, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരും. എളുപ്പമല്ലേ? ഡയറക്റ്റ് ആൻസേഴ്സ് അല്ലേ? എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്?
എന്തിനാണ് എങ്ങനെയാണ് ഇവിടെ അത് ഡയറക്റ്റ് ആൻസർ ആയിട്ട് ഇത് ഡിസ്ട്രക്ഷൻ കോസ്റ്റ് ബൈ ഹാർംഫുൾ ഇൻസെക്ട്സ്. പിന്നെ എന്താണ് ഇൻസെക്ടിസൈഡ് എന്തിനാണ് അത് ഇവിടെ ആൻസർ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എന്തിനാണ് ഫീൽഡ് വളരെ ഡയറക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാരഗ്രാഫും അതിന്റെ ക്വസ്റ്റ്യൻസും ആയിരുന്നു വിച്ച് യു ക്യാൻ ഗെറ്റ് അറ്റ്ലീസ്റ്റ് ഫുൾ മാർക്ക് വാങ്ങിച്ചിരിക്കണം ഈ ഒരു പാസേജ് ഒക്കെ തന്നിരുന്നെങ്കിൽ. റൈറ്റ് എളുപ്പമല്ലേ? സോ ദാറ്റ് വാസ് comprehension passages. So ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വി ഹാവ് മോർ പാസേജസ്. സോ അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ആൻഡ് ചെയ്ത് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഇൻ ദ ഡിസ്കഷൻസ് ലൈക്ക് ത്രെഡ് ആൻഡ് ലെറ്റ് മീ ആൻസർ ദോസ് തിങ്സ്. സോ ദാറ്റ് വാസ് അവർ യൂണിറ്റ് 3. സോ ഇനി ഈ യൂണിറ്റ് 3 കഴിഞ്ഞാൽ I'll be taking a small jump. സോ ഇനി നമുക്ക് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പാരാ ജംബിൾ, സെന്റൻസ് കംപ്ലീഷൻ, സെന്റൻസ് കറക്ഷൻസ് ഒക്കെയാണ്. പക്ഷെ അതിന് മുന്നേ വിൽ ജംപ് ടുവേർഡ്സ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ വിച്ച് ഇസ് എ ബൾക്കി ചാപ്റ്റർ. കമ്മ്യൂണിക്കേഷൻസും ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് ഇസ് എ ബൾക്കി ചാപ്റ്റർ. സോ കുറച്ച് ഡിലേ നമ്മുടെ റെക്കോർഡിങ്സിൽ വന്നതുകൊണ്ടുകൂടി വിൽ ബി സ്കിപ്പിംഗ് ടു ദാറ്റ് ചാപ്റ്റർ ആൻഡ് വിൽ ബി ഡീലിംഗ് വിത്ത് ഈ സെന്റൻസ് കംപ്ലീഷൻ അതുപോലെ സെന്റൻസ് ലൈക്ക് എറർ കറക്ഷൻ ഒക്കെ എളുപ്പമുള്ള കാര്യമാണ്. ഇറ്റ് വിൽ ബി ഈസി ടു ലേൺ. കാരണം നിങ്ങൾ ഓൾറെഡി ഇത്രയും പഠിച്ചത് വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് സെഷൻസ് ആണ് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് എന്ന് പറയുന്നത് അല്ലേ. കാരണം എന്താണ് ഗ്രാമർ അതുപോലെ സെന്റൻസ് കൺസ്ട്രക്ഷൻസ് എങ്ങനെ എന്തൊക്കെ പാർട്സ് ഓഫ് സ്പീച്ച് ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്നത് അവിടെയായിരുന്നു. സോ എങ്ങനെയാണ് V1 V2 V3 എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ടെൻസസ് ഉണ്ട്, ലൈക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് വോയിസസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ പഠിക്കുകയുണ്ടായി. റിപ്പോർട്ടഡ് സ്പീച്ച് അതുപോലെ അല്ലെ ഇൻഡയറക്ട് സ്പീച്ച് അടക്കം നമ്മൾ പഠിക്കുകയുണ്ടായി. സോ ഇത് ബേസിക്കലി അപ്ലൈ ചെയ്യേണ്ട ഒരു ഏരിയ മാത്രമാണ് ഈ ഒരു ഇനി വരാൻ പോകുന്ന സെന്റൻസ് കംപ്ലീഷൻസ് എന്നൊക്കെ. പക്ഷേ ഇതിനേക്കാൾ കൂടുതലായിട്ട് തിയറി ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിച്ചാൽ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജിനെ കുറിച്ചും ലാംഗ്വേജിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും ലാംഗ്വേജിനെ കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങളിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞെത്തിക്കാം എന്നുള്ളതൊക്കെ ആയിരുന്നെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഏരിയ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആൻഡ് ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഇൻ റിലേറ്റഡ് ടു ദ ബിസിനസ് ടെർമിനോളജീസ് അതുപോലെ ബിസിനസ്സിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണം, ഹൗ ടു ഇന്ററാക്ട് വിത്ത് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ, ലൈക്ക് എക്സ്റ്റേണലി എങ്ങനെ ഇന്ററാക്ട് ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. സോ ദാറ്റ് വിൽ ബി ഡിസ്കസിങ് ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഇസ് ലെസൺ 2ലേക്കാണ്. നമ്മൾ കുറച്ച് യൂണിറ്റ്സ് 3 യൂണിറ്റ് തൽക്കാലത്തേക്ക് നമ്മൾ സ്റ്റെപ്പ് അസൈഡ് ചെയ്തിട്ട് വി ആർ ജമ്പിങ് ടുവേർഡ്സ് ദ ലെസൺ 2 ദാറ്റ് ഇസ് communication. Right? So see you there in communication chapter.